പാർസൽ ചെയ്ത ബ്രോസ്റ്റ് പെട്ടിന്ന് ഒരു ജങ്ക് ജേർണൽ ചെയ്താലോ? അതിനു മുമ്പ് ഈ ബോക്സിന്റെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി എത്ര സമയം എടുത്തിട്ടുണ്ടാവുന്നൊന്ന് ഗസ് ചെയ്യട്ടോ. ആരുടേതൊക്കെ റെഡി ആവുന്നൊന്ന് നോക്കാലോ. ഗസ് ചെയ്തിട്ട് ഒരു 10 കമന്റ് എങ്കിലും മിനിമം വന്നാൽ ഞാൻ പറയാട്ടോ എത്ര ടൈം കൃത്യം എടുത്തു എന്ന്. ഇതെൻ്റെ സെക്കൻഡ് ജേർണലാണ്. ഫസ്റ്റ് ജേർണൽ ഇവിടെ എവിടെയെങ്കിലും കാണിക്കാം. ഒരു ഡയറി മിൽക്കിൻ്റെ ജേർണലാണ്. ഇനി നമുക്ക് നമ്മുടെ ബ്രോസ്റ്റ് പെട്ടിയിലേക്കൊന്ന് തിരിച്ചു വരാം. ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മ എന്ന് പറയുന്നത് റീസെൻ്റ്ലി കല്യാണം കഴിഞ്ഞ് നമ്മുടെ കസിനും ആളുടെ ഹസ്ബൻഡും വരുന്നുണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞ് മിനിറ്റുകൾക്കകം തന്നെ എൻ്റെ പൊന്നാരങ്ങളെ വിളിച്ചു ചോദിച്ചു ബ്രോസ്റ്റ് വാങ്ങിയാലോ എന്ന്. അപ്പം ഞാൻ എടുത്തടിച്ച പോലെ പറഞ്ഞു ബ്രോസ്റ്റ് മാത്രം മതിയോ? എൻ്റെ മനസ്സ് മുഴുവനായിട്ട് എന്താന്ന് വെച്ചാൽ കസിനും ഓളെ ഹസ്ബൻഡും വരുന്നുണ്ടല്ലോ, അപ്പോൾ ഓൾക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്നുള്ളത് മാത്രമാണ്. അപ്പം എൻ്റെ സ്നേഹസമ്പന്നനായ ആങ്ങളെ ചോദിക്കാണ് പിന്നെ എനിക്ക് എന്താ വേണ്ടേ? ഇപ്പോഴാണ് എനിക്ക് ആരും കത്തിയത് ഇവർ വരുന്നതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഒരു ബ്രോസ്റ്റിന് ഓർഡർ ചെയ്ത് വിളിച്ച അവൻ 2 ബ്രോസ്റ്റും ആയിട്ട് വന്നു. ആ ബ്രോസ്റ്റിൻ്റെ പാക്കറ്റ് ഞാൻ എടുത്തൊരു ജങ്ക് ജേർണലും ചെയ്തു. ഇതാണ് ഈ ബ്രോസ്റ്റ് പാക്കിൻ്റെ കഥ. ഇതൊന്നുമല്ല ഈ കഥയിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. വന്ന ആൾക്കാർ മന്തി അൽഫാമൊക്കെ കഴിച്ചിട്ടായിരുന്നു വന്നത്.